ഇപ്പോഴത്തെ അനിശ്ചിത സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു അടിയുണ്ടാകുമോ എന്ന് നിശ്ചയമില്ല. ഇന്ത്യ തിരിച്ചടി നൽകിയാൽ അതിനെ ചെറുക്കാനുള്ള ശക്തിയും മാനുഷിക കായിക ബലവും പാകിസ്ഥാനുണ്ടോ? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പാക് സൈന്യം പീരങ്കിപ്പടയുടെ ഗുരുതരമായ ക്ഷാമം നേരിടുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് ഒരു ചെറിയ സംഘർഷത്തെ പോലും നേരിടാനുള്ള രാജ്യത്തിന്റെ കഴിവിനെയാണ് ചോദ്യം ചെയ്യുന്നത്. 96 മണിക്കൂർ മാത്രം പോരാട്ടം നടത്താൻ ആവശ്യമായ വെടിക്കോപ്പുകൾ മാത്രമേ നിലവിൽ പാകിസ്ഥാന്റെ പക്കലുള്ളൂ. ഇത് സൈനിക വൃത്തങ്ങളിൽ ഗുരുതരമായ ആശങ്ക തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയെ പോലെ ആയുധബലമുള്ള ഒരു രാജ്യത്തെ നേരിടുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അസാധ്യം എന്ന് തന്നെ പറയേണ്ടി വരും. പാകിസ്ഥാൻ അടുത്തിടെ യുക്രൈനിലേക്ക് ആയുധങ്ങൾ കൈമാറിയതിൽ നിന്നാണ് ഈ ക്ഷാമം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് 155 mm പീരങ്കി ഷെല്ലുകളുടെ കയറ്റുമതിയാണ് ഈ ആയുധക്ഷാമത്തിന് പ്രധാന കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന ആവശ്യകതയും ലാഭകരമായ കരാറുകളും കണക്കിലെടുത്തായിരുന്നു ഈ കയറ്റുമതി. എന്നാൽ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തന്ത്രപരമായ കരുതൽ ശേഖരം ഇതോടെ താറുമാറായി. M109 ഹോവിറ്റ്സറുകളും BM-21 റോക്കറ്റ് സംവിധാനങ്ങളും സ്റ്റോക്കിലില്ല എന്നാണ് അറിയുന്നത്. പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറികൾ എന്ന രാജ്യത്തെ പ്രാഥമിക യുദ്ധോപകരണ നിർമ്മാതാക്കൾക്ക് കാലഹരണപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും പരിമിതമായ ഉൽപാദന ശേഷിയും കാരണം ക്ഷാമം മാറ്റാനും കഴിയുന്നില്ല. മെയ് 2 നടന്ന സ്പെഷ്യൽ കോപ്സ് കമാൻഡർമാരുടെ സമ്മേളനത്തിൽ സാഹചര്യത്തിന്റെ ഗൗരവം ഒരു പ്രധാന അജണ്ടയായിരുന്നു. ബലമില്ലെങ്കിലും ഭീഷണി മുഴക്കാൻ മറക്കുന്നില്ല പാകിസ്ഥാൻ. രാജ്യത്തിനെതിരെ ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നാൽ ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള പൂർണ്ണ ശക്തിയും ഉപയോഗിക്കുമെന്നാണ് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലി പറഞ്ഞത്. എന്നാൽ ഇന്ത്യ ഇത് വകവച്ചിട്ടില്ല. കാരണം പാകിസ്ഥാന്റെ ആയുധബലത്തെ പറ്റിയുള്ള ബോധ്യം ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാൻ ശരിക്കും ഭയത്തിൽ തന്നെയാണ്. ഈ ഭയത്തെ ഊന്നിപ്പറയുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെയും ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമം പാകിസ്ഥാൻ നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. സൗദി, കുവൈത്ത്, UAE അംബാസിഡർമാരുമായി നടത്തിയ പ്രത്യേക കൂടിക്കാഴ്ചയിൽ ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ലെന്ന നിലപാട് പാക് പ്രധാനമന്ത്രി ആവർത്തിക്കുകയായിരുന്നു. മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും പാകിസ്ഥാനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അവർ മറുപടി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ബാലിസ്റ്റിക് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. 480 കിലോമീറ്റർ പരിധിയിലുള്ള മിസൈൽ പരീക്ഷണം നടത്തിയെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം. സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി അബ്ദാലി വെപ്പൺ സിസ്റ്റത്തിന്റെ ഭാഗികമായ പരീക്ഷണം നടത്തിയതെന്ന് പാകിസ്ഥാൻ സൈന്യം വ്യക്തമാക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം വഷളായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയെന്ന അവകാശവാദവുമായി ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ രംഗത്തെത്തിയത്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ മിസൈൽ പരീക്ഷണം നടത്തുന്നത് പ്രകോപനപരമായി കാണുമെന്ന നിലപാട് തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്.